ക്രൈസ്റ്റ് മിനിയൂരും ഇത് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അല്ലെങ്കിൽ അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും പൂണ്ടു. സ്തോത്രം. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ അതിൻ്റെ 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇരുന്നവർ ഹല്ലേലൂയ വിശ്രമവും പരിഭ്രമവും നിറഞ്ഞത്? അവരെന്താണ് അവിടെ കണ്ടത്? ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടന്നതുകൊണ്ടാണ് അവർക്ക് ദൈവത്തെ ഒരു പേടിയും ഹല്ലേലൂയ വിസ്മയവും അതിശയമായിരിക്കുന്ന പ്രവൃത്തി അവിടെ സംഭവിച്ചപ്പോൾ അവരത് ഈ വിസ്മയത്തോടെ നോക്കുകയാണ്. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 1-ാം വാക്യം പറയുന്നത്: ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ട് വന്നു. ഹല്ലേലൂയ അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസിനെ യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാടിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും അവൻ ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചത് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിരുന്നു. ഇവിടെ നാം വായിച്ച വേദഭാഗം പത്രോസും യോഹന്നാനും കൂടെ ഹല്ലേലൂയ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അമ്മയുടെ ഉദരം മുതൽ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ കാണുവാൻ അവനെ ഭിക്ഷ യാചിക്കേണ്ടതിന് എല്ലാ ദിവസവും എന്ത് ചെയ്യും? ചിലർ ചുമന്നുകൊണ്ട് അവന് ദേവാലയത്തിന്റെ മുമ്പിൽ കൊണ്ട് ഇരുത്തുമാറുണ്ട്. എല്ലാ ദിവസവും ഈ മനുഷ്യൻ എന്ത് ചെയ്യുക? അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ സമയം അവന്റെ ജീവിതത്തിലായപ്പോൾ ഹല്ലേലൂയ എല്ലാ ദിവസത്തെ പോലെ അല്ല ഹല്ലേലൂയ ദൈവത്തിന്റെ സമയം എല്ലാ ദിനങ്ങളും പോലെ അല്ല ദൈവപ്രവൃത്തിയുടെ ദിനങ്ങൾ. ഹല്ലേലൂയ എങ്ങനെ അവൻ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും കൂടെ ചോദിക്കുന്നത് പോലെ പത്രോസിനോട് യോഹന്നാനോടും കൂടെ എന്ത് ചെയ്തു? ഭിക്ഷ ചോദിച്ചു. ചോദിച്ചപ്പോൾ ഹല്ലേലൂയ പത്രോസ് പറയുകയാണ്, ഞങ്ങളെ നോക്കൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ ഈ ഭിക്ഷ യാചിക്കുന്ന മനുഷ്യൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരുടെ നേരെ കരം നീട്ടും. അവർ പറയുക, ഞങ്ങളെ നോക്കുക. ഞങ്ങളെ നോക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളിൽ പകർന്നിരിക്കുന്ന ആ ശക്തി ഹല്ലേലൂയ അതെന്തെയും ഹല്ലേലൂയ അവരിലൂടെ ഹല്ലേലൂയ തിരിച്ചറിയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ദൈവാത്മാവിന്റെ ഹല്ലേലൂയ നിയന്ത്രണം ഹല്ലേലൂയ നോക്കുക. ഞങ്ങളെ നോക്കൂ എന്നാ പറഞ്ഞേ. ഹല്ലേലൂയ നമുക്കറിയാം ഇവരെ പത്രോസ് യോഹന്നാനും 120 ശിഷ്യന്മാരും ഒന്നിച്ച് മാളികമുറിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് അവിടെ ദൈവത്തിന്റെ ആത്മാവിൽ പകർന്ന് അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ശേഷമാണ് ഇവര് ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നത്. ഇവരിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഹല്ലേലൂയ ആ ശക്തി ഇവരുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ പത്രോസ് പറയുക, ഞങ്ങളെ നോക്ക്. നോക്കുമ്പോൾ അവരിൽ പകർന്നിരിക്കുന്ന ആ ശക്തി ഹല്ലേലൂയ നാം നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ ചലിക്കുന്ന ഒരു ശക്തിയുണ്ട്. നാം ഒരു കാര്യം നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ സൂക്ഷ്മത നോക്കുമ്പോൾ
ഹല്ലേലൂയ. നാം കണ്ടിട്ടില്ലേ ഹല്ലേലൂയ, ചില കൗൺസിലിങ്ങിന് പോകുമ്പോൾ അല്ലെ അങ്ങനെയുള്ള അങ്ങനെ പോകുമ്പോൾ അവരോട് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പറയും അല്ലേ. എന്താ വെച്ചാൽ കണ്ണിൽ ഹല്ലേലൂയ, കണ്ണാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. നാം നോക്കുമ്പോൾ അല്ലെങ്കിൽ നാം നോക്കുന്നത് പലതും നമ്മൾ കാണും നമ്മുടെ കണ്ണിലൂടെയാണ്. എന്നാൽ ഈ കണ്ണിലൂടെ പത്രോസിനെയും യോഹന്നാനെയും നോക്കുമ്പോൾ അവരിലേക്കുള്ള ശക്തി ഹല്ലേലൂയ, ആ ശക്തി അവരുടെ കണ്ണിലൂടെ വ്യാപരിച്ച് അവരുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും ഹല്ലേലൂയ പ്രതിഫലിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇവിടെ പത്രോസ് പറയുകയാണ്, അവൻ ഞങ്ങളെ നോക്കുക ഹല്ലേലൂയ, നോക്കുക ഹല്ലേലൂയ ഹല്ലേലൂയ. എന്ത് ചെയ്തു? വല്ലത് കിട്ടുമെന്ന് കരുതിയാണ് ഹല്ലേലൂയ ആ മനുഷ്യൻ എന്ത് ചെയ്തത്? ഇവരെ നോക്കിയത് ഹല്ലേലൂയ. എന്നാൽ പത്രോസ് ഇവിടെ പറയും, വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് പുറമേ തരുവാൻ നിന്റെ ഹല്ലേലൂയ ആഹാരത്തിനോ അല്ലെങ്കിൽ നിനക്ക് തരുവാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ മാനുഷികമായി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ നിനക്ക് പകർന്നു തരുവാൻ ഞങ്ങളുടെ കയ്യിലോ ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ്. ആ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ പിച്ച് ചായച്ചുകൊണ്ടിരിക്കാൻ നീ ഹല്ലേലൂയ മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടുവാൻ എന്ത് ചെയ്യത്തില്ല, ഇടയായി തീരത്തില്ല. ആ ശക്തി ഹല്ലേലൂയ നിനക്ക് വേണ്ടൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ നടക്കാൻ കഴിയാത്ത മനുഷ്യരാണ്. മറ്റുള്ളവർ കൊണ്ട് ഇരുത്തുകയാണ്. ഇവിടെ ഈ പത്രോസിനെയും യോഹന്നാനെയും ഹല്ലേലൂയ നോക്കിയപ്പോൾ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇവനെ എന്ത് ചെയ്തു? കണ്ണിലൂടെ ഹല്ലേലൂയ ആ ശക്തി നോട്ടത്തിന് ആ ശക്തി പുറപ്പെട്ട് ഹല്ലേലൂയ ശരീരത്തിൽ മുഴുവൻ ഹല്ലേലൂയ വ്യാപരിക്കുവാനിടയായി. ആ ദൈവശക്തിയുടെ ഹല്ലേലൂയ പ്രാരംഭം ഹല്ലേലൂയ ഈ മനുഷ്യന്റെ മേൽ ഹല്ലേലൂയ പ്രതിഫലിക്കുവാനിടയായി. നോക്കുക ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും ദൈവത്തിന്റെ സന്നിധി പ്രാപിച്ചത് കൊണ്ട് ദേവാലയത്തിലേക്ക് പോവാ. ഹല്ലേലൂയ. ആദ്യത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുതം. ഹല്ലേലൂയ. കർത്താവിന്റെ ശിഷ്യന്മാരിലൂടെ ദൈവം ചെയ്തിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം. കാനാവിലെ കല്യാണത്തിന് യേശുവിന്റെ ഹല്ലേലൂയ അത്ഭുതങ്ങളുടെ അടയാളമായി കാനാവിലെ കല്യാണം പറയുമ്പോൾ ഇത് ശിഷ്യന്മാരിലൂടെ ദൈവം ചെയ്ത ആദ്യത്തെ അടയാളം. ഹല്ലേലൂയ. നാം പ്രാപിച്ചെങ്കിൽ അതിന്റെ പ്രവൃത്തി ദൈവം എന്തെയും പുറത്തു ചെയ്യും. നമ്മൾ പകർന്നിരിക്കുന്ന ശുശ്രൂഷയുടെ ശക്തി അത് ഹല്ലേലൂയ അതിന്റെ ആഴങ്ങൾ വെളിപ്പെടുമ്പോൾ, അതിന്റെ പൂർണ്ണത വെളിപ്പെടുമ്പോൾ ചില അന്ധകാരങ്ങൾ മാറുവാൻ, ചില വ്യക്തികൾ പുറത്തു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മിലൂടെ ചെയ്യുവാനിടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ ഈ മനുഷ്യനെ ദിനം പ്രതി അവിടെ കൊണ്ടിരുത്തുമായിരുന്നു. പക്ഷേ അവന്റെ സമയമായപ്പോൾ നോക്കൂ, ആത്മാവ് പ്രാപിച്ചവർ കടന്നു വന്നപ്പോൾ അനേക വ്യക്തികൾ അതിലൂടെ കടന്നു വരുന്നാൽ അവന് ഹല്ലേലൂയ എന്നില്ല, അവനൊരു മാറ്റമില്ല, അവന്റെ സ്ഥിതിക്ക് മാറ്റമില്ല. എന്നാൽ വരേണ്ടവനെ വരുത്തിയപ്പോൾ, ദൈവം അയക്കേണ്ടവർ വന്നപ്പോൾ ഹല്ലേലൂയ അവന്റെ സ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടാകുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പറയുക, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്തായി? യോഹന്നാനും പത്രോസിനും ഉള്ളത് അവർക്കുള്ളത് യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമത്തിലാണ്. നമുക്കറിയാം ഹല്ലേലൂയ പത്രോസൊക്കെ ആണെങ്കിലും ഹല്ലേലൂയ അവർ ചെയ്യുന്ന ജോലി മുക്കുവന്മാരുടെ ജോലിയായിരുന്നു. അവർ മുക്കുവനായിരുന്നു. മീൻ പിടിക്കുന്ന സകല ഉപേക്ഷിച്ചിറങ്ങിയ മനുഷ്യരുടെ അടുത്ത് കരം നീട്ടുമ്പോൾ അവരുടെ കയ്യിൽ നീ കൊടുക്കാനില്ല. പക്ഷെ അവർക്ക് മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത അതിനെ ശക്തി അവരുടെ മേലുണ്ട്. അതവരെന്തീ പകർന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്വർലോകരെയും ഭൂലോകരെയും അധോലോകരെയും മുഴങ്ങാനും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ആ മനുഷ്യനോട് പറയുകയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, നീ നോക്കി നീ ചോദിക്കുന്നതിന്റെ ഭക്ഷിക്കാനുള്ളതായിരിക്കാം നിന്റെ ഒരു ദിവസത്തെ ആഹാരമായി, പക്ഷെ എന്നാൽ അതൊന്നും എനിക്ക് തരുവാനില്ല. എന്നാൽ നിന്നെ എന്നും നിനക്ക് എഴുന്നേൽപ്പിക്കാനുള്ള, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ ഹല്ലേലൂയ നിനക്ക് ഒരു മാറ്റം, നിന്നിൽ ഒരു അത്ഭുതങ്ങളെ ചെയ്യുവാൻ എന്നിലുള്ള ശക്തിക്ക്, എന്നിലുള്ള ഹല്ലേലൂയ നാമത്തിന് കഴിയുമെന്നാണ് പത്രോസ് ഇവിടെ പറഞ്ഞത്. നോക്കുക. എന്നിട്ട് ഹല്ലേലൂയ അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു.
ആമേ വല്ലതും കൈ കിട്ടുമെന്ന് കരുതി എന്ത് ചെയ്തു? ഇവരിന്റെ മുമ്പിലെ കൈ നീട്ടി ആ മനുഷ്യന് കരത്തെ ആമേ പത്രോസ് പിടിച്ചു. ആമേ കയ്യിൽ പിടിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി അവന്റെ നരിയാണി വരെ ചെന്ന അവനെ എന്ത് കൂതിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച അവിടെ സംഭവിച്ചത്. ആമേ ഒരുവരുടെ മേൽ ആത്മാവിന്റെ പകർച്ചയുണ്ടെങ്കിൽ ആമേ ഹല്ലേലൂയ ആമേ അത് പകരപ്പെടുവാനിടയായിത്തീരും. ആമേ ഹല്ലേലൂയ പകരപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ആമേ ഹല്ലേലൂയ മരിച്ച ഉയർത്തെഴുന്നേൽക്കും. ആമേ രോഗികൾ സൗഖ്യമാകും. ആമേ ഹല്ലേലൂയ മുടന്തന്മാർ എഴുന്നേൽക്കും. കുടന്മാർ കാഴ്ച ദൈവം കൊടുക്കും. ഹല്ലേലൂയ എങ്ങനെ? ഹല്ലേലൂയ നമ്മൾ ഇവയിൽ പകർന്നിരിക്കുന്ന ആമേ അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഇവിടെ പത്രോസ് ഹല്ലേലൂയ പൂർണ്ണതയുള്ളവനായി ദൈവശക്തിയിൽ പൂർണ്ണനായി മാറി. ഹല്ലേലൂയ അത് ഹല്ലേലൂയ അവനിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാനിടയായി. നോക്കുക, ഇവിടെ നമുക്ക് കാണുവാൻ അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇനിയും എന്ത് നീ ഭിക്ഷ അയച്ചുകൊണ്ട് നീ മറ്റുള്ളവർക്ക് അഭാസ്യമായി ലജ്ജിക്കായി നീ എന്ത് ചെയ്യണം? ഇനി നീ ഇവിടെ ഇരിക്കണ്ട. ഹല്ലേലൂയ നിന്നെ ഞാൻ എന്ത് ചെയ്യും? പൂർണ്ണതയുള്ളവനായി ഞാൻ പുറത്തു കൊണ്ടുവരിക. ദൈവത്തിന്റെ ശക്തി നമ്മെ പൂർണ്ണരാക്കും. ദൈവശക്തി നമ്മെ പൂർണ്ണരാക്കും. ഹല്ലേലൂയ അതിന്റെ എന്നേക്കുമുള്ള അവസ്ഥകൾക്ക് എന്ത് ചെയ്തു? വ്യത്യാസം ദൈവം കൊടുത്തു. അമ്മ യോഹന്നാനിലൂടെയും പത്രോസിലൂടെയും ദൈവം ആമി ഹല്ലേലൂയ അവൻ എന്നേക്കുമുള്ള വിഷയത്തിന് പരിഹാരം കൊടുത്തു. നോക്കുക, ആമി ദൈവം തന്നെ അവനെ സൗഖ്യമായപ്പോൾ അവൻ ചെയ്തൊരു കാര്യമാണ്. ആമി അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിലേക്ക് നടക്കുന്നത് കണ്ടു. ഹല്ലേലൂയ ആമേ സൗഖ്യം കിട്ടിയിട്ട് അവനവനെ പണിക്ക് പോവുകയല്ല ചെയ്തത്. സൗഖ്യം കൊടുത്ത ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ ഓടിച്ചെല്ലുവാനിടയായി. ആരെ? ഈ അഭിഷിക്തന്മാർക്കൊപ്പം, ഈ ശുശ്രൂഷകന്മാർക്കൊപ്പം എന്ത് ചെയ്തു? ആമേ ഹല്ലേലൂയ ആമേ ദേവാലയത്തിന്റെ അകത്തേക്ക് പുറത്തിരുന്നവൻ അകത്ത് കയറുവാനിടയായി. ഹല്ലേലൂയ ആമേ ദൈവം അവനെ അകത്ത് കയറ്റി. ഒരിക്കലും അവൻ പ്രതീക്ഷിച്ച് കാണത്തില്ല അമ്മേ ഞാൻ ഈ പുറത്തിരുന്ന് ഹല്ലേലൂയ ഈ സുന്ദരമെന്ന ദേവാലയം പുറമെ ഭംഗിയുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഭംഗിയില്ല, എനിക്ക് എന്ത് ചെയ്ത് അകത്ത് കയറുവാൻ കഴിയില്ല എന്ന് ഒരു പക്ഷേ അവൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ കരുതുന്നതോ അല്ല. ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ പുറത്തു നിന്നൊക്കെ വരെ ദൈവം അകത്ത് കൊണ്ടുവരും. അകത്തുകൂടെ ദൈവം പ്രവർത്തികൾക്കായി നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നിങ്ങളിലൂടെ ദൈവം ചെയ്യുവാനിടയാകും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ദൈവത്തെ പുകഴ്ത്തി. ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, അവൻ നടന്നു ദൈവത്തെ പുകഴ്ത്തി. ഇതൊക്കെയും ആര് കണ്ടു? ജനം കണ്ടു. അവിടെ നിന്നവർ കണ്ടു. ഹല്ലേലൂയ ഇത്രയും നാൾ മാറിക്കൊണ്ടും ചെയ്യാൻ കഴിയാത്ത നമുക്കറിയാം. അവിടെ ഹല്ലേലൂയ പുരോഹിതന്മാരും എല്ലാവരും ഉണ്ട്. അവിടെ ശുശ്രൂഷകന്മാരൊക്കെ എന്നാൽ അവരെ കൊണ്ടൊന്നും ഇതൊന്നും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുവനെ എഴുന്നേൽപ്പിക്കുവാൻ, അവനെ പുറത്തു കൊണ്ടുവരുവാൻ, അവരുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുവാൻ യേശുവിന്റെ നാമത്തിനല്ലാതെ മറ്റൊരു നാമത്തിനും കഴിയത്തില്ല. ഹല്ലേലൂയ ഇവരിലൂടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ഇത് കണ്ട ജനമൊക്കെ എന്ത് ചെയ്തു? ഹല്ലേലൂയ പറയുകയാണ്, ഇവൻ ഇങ്ങനെ ഇരുന്നവനല്ലേ ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തില് ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനല്ല. അവന്റെ എന്തുവാ പഴയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ദൈവം അവനെ വിടുവിച്ചു, ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ അവൻ ദൈവത്തെ ആരാധിച്ച് നടക്കിയപ്പോ. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക, ഈ മനുഷ്യർ പറയുകയാണ് അവൻ ഇങ്ങനെയല്ലേ, ഇങ്ങനെ ആയിരുന്നില്ലേ. എന്ത് ചെയ്യുക, അവന് പഴയകാല ജീവിതത്തിൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ ഹല്ലേലൂയ എന്നിട്ട് പറയുകയാണ് അവന് ഒന്ന് ഒരു പഴയ കാലത്തെ കുറിച്ച് അവിടുത്തെ ജനങ്ങൾ പറയുക, രണ്ട് ദൈവം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് സംഭവിച്ചത് ഓർത്ത് എന്ത് ചെയ്തു? വിസ്മയം പരിഭ്രമവും നിറഞ്ഞു. പാരിഭ്രമം നിറഞ്ഞു. അവർ പരിപാലനായി തീർന്നു. അവിടെ അവന്റെ കണ്ണിന് വിശ്വസിക്കാൻ കഴിയുന്നല്ല അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ ദൈവപ്രവൃത്തി. ഹല്ലേലൂയ നമ്മുടെ കണ്ണിനെ വിശ്വസിക്കുവാൻ കഴിയത്തില്ല, നമ്മുടെ ചിന്തകൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ അയച്ചാൽ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത്രമേറിയ ഹല്ലേലൂയ പ്രവൃത്തിയാണ് കർത്താവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തത്,
ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്ത. നോക്കുക, ഇത്രയും നാൾ ആ മനുഷ്യൻ അവിടെ ഇരുന്നില്ലേ, അനേകർ അവരുടെ മുമ്പിലൂടെ കടന്നുപോയില്ലേ, പുരോഹിതന്മാർ ലേവ്യരുമൊക്കെ അതിനെ കടന്നു പോയിട്ടുണ്ടാവാം. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കാര്യം ദൈവത്തിന് പ്രാപിച്ചവന് ചെയ്യുവാൻ കഴിഞ്ഞു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവന് പകർന്നിടുന്നവന് അത് ചെയ്യുവാൻ കഴിഞ്ഞു. ദൈവശക്തി നമ്മുടെ ജീവിതത്തിന്റെ ആരംഭങ്ങളെ കുറിക്കുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളെ ദൈവം കുറിക്കുവാനിടയാകും. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പുതിയ ആരംഭത്തെ കുറിച്ചു. ഇന്നലെ വരെയുള്ള അവരുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം കൊടുത്തു. ഇന്നലെ വരെ അവൻ ഇരുന്നവനാണെങ്കിൽ ഇന്ന് അവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നടന്നു തുള്ളി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ദേവാലയത്തിനകത്തേക്ക് കയറി. ഹല്ലേലൂയ. ഇന്നലെ വരെയുള്ള സ്ഥിതികൾക്ക് വ്യത്യാസം വരുന്ന ദൈവം, ഇന്നലെ വരെ നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുന്ന, നമ്മെ ഇരുത്തി കളഞ്ഞവരുടെ നടുവിൽ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തി ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവം ചെയ്തെടുക്കുവാനിടയാകും. നോക്കുക, ഹല്ലേലൂയ. അത്ഭുതം കിട്ടിയ ശേഷം അവൻ എന്ത് ചെയ്തില്ല, അവന് വഴിക്ക് പോയെന്നല്ല പറയുന്നത്. ഇവിടെ ആരെങ്കിലൂടെയാണോ ദൈവം അത്ഭുതങ്ങളെ ചെയ്യിപ്പിച്ചത്, അവരോടൊപ്പം അവൻ ദേവാലയത്തിൽ കടന്നു ചെയ്യുവാനിടയായിരുന്നു. അവിടെ ജനത്തിന് പരിഭ്രമമായി അവര് വിസ്മയം പൂണ്ടു. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ. വിസ്മയം പൂണ്ട് മണ്ഡപത്തിൽ ഓടിക്കൂടി. ഹല്ലേലൂയ. മഹാത്ഭുതമല്ല അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. എന്നേക്കും ഇരുന്ന് പോന്ന ഇരുത്തി കളഞ്ഞവനെ എഴുന്നേൽപ്പിച്ചൊരു ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി. പ്രിയരെ, നാം ഇരുന്ന് പോയത് ചിന്തിക്കുന്നുണ്ടോ? ഇനിയും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലെന്ന് ചിന്തിക്കുന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്നവരോട് ദൈവം സംസാരിക്കുന്നത് നിന്നെ ഇരുത്തുവാനല്ല, എനിക്ക് നിന്നെ എഴുന്നേൽപ്പിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഉണ്ട്. നിന്നെ കാണുന്നവർ വിസ്മയം പൂണ്ടുകയും ഹല്ലേലൂയ ഹല്ലേലൂയ ആശ്ചര്യപ്പെടുന്ന ആശ്ചര്യപ്പെടുകയും ചെയ്യുന്ന കാലങ്ങൾ വിദൂരമല്ലെന്ന ദൈവാത്മാവ് ഇതിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ഇന്ന് നാം ഇരിക്കുകയായിരിക്കാം. ഇന്ന് നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം ഇരുന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകരുമ്പോൾ മുഖങ്ങൾ തകരപ്പെടുവാനിടയാകും. അന്ധകാരങ്ങൾ നമ്മെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാരങ്ങൾ ഹല്ലേലൂയ. ഈ മനുഷ്യൻ ദേവാലയത്തിലേക്ക് ചാടി ഓടിച്ചെന്ന് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടാ പോയെ. ദൈവത്തിനെ ആരാധിക്കുവാൻ ഒരു പക്ഷേ എനിക്ക് കഴിയുമെന്ന് പോലും ചിന്തിച്ചാൽ, എന്നാൽ ദൈവം കൊടുത്ത വിടുതല്ല ദൈവത്തിന്റെ സന്ധ്യയെ കൂടിപ്പോയി. ഹല്ലേലൂയ. അവൻ ദൈവത്തിന് വേണ്ടി. പിന്നെ അവൻ പിശാചായിട്ട് തിരുവചനം കാണുന്നില്ല. പിന്നെ അവൻ ഇരുന്നതായിട്ട് തിരുവചനം കാണുന്നില്ല. അവൻ ഓടിക്കൊണ്ടിരുന്ന എന്തുവാ. ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ, ചിലപ്പം ഈ പൗലോസിന്റെയും പത്രോസിന്റെയും യോഹന്നാനും കൂടി ഇവരെന്ത് ചെയ്യും? ദൈവത്തിന്റെ ശിഷ്യനായി ചിലപ്പോൾ ഒരു പക്ഷേ ഇവരോടൊപ്പം ദൈവനാമത്തിന് വേണ്ടി ഇവർ പോയിട്ടുണ്ടാവാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മെ ഓടിക്കുന്ന ദൈവം, നമ്മെ ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്ന കർത്താവ്, ക്ഷീണിച്ച് ഹല്ലേലൂയ തളർന്നു പോകാതെ മറ്റുള്ളവരുടെ കരുണയ്ക്കായി ഈ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന് പാത പിടിക്കുകൊണ്ട് കർത്താവും ചെയ്ത് പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആശ്ചര്യമായ ചെയ്യും. ദൈവം അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. അതുകൊണ്ട് വിശ്വസനായ ദൈവത്തിന്റെ പാതപീടെ ആയിരിക്കാം. ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഉയർത്തുകയും നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ ആമേൻ ആമേൻ.